ഏകമാസകലം സിഗററ്റ് പൊള്ളലുകൾ, നീക്കം ചെയ്യപ്പെട്ട പല്ലുകൾ, ഒടിഞ്ഞ അസ്ഥികൾ, കുത്തിപ്പൊട്ടിക്കപ്പെട്ട ശേഷം ചൂഴ്ന്നെടുക്കപ്പെട്ട കണ്ണുകൾ, ചൂട് കമ്പി കയറി തുളവീണ കർണപടം, ഛേദിക്കപ്പെട്ട കരങ്ങൾ, വെട്ടിമാറ്റപ്പെട്ട സ്വകാര്യ ഭാഗം. വെടിയേൽക്കുന്നതിന് മുൻപ് കൊടിയ പീഡനങ്ങൾ നേരിട്ടിട്ടും മാതൃരാജ്യത്തെ ഒറ്റാത്തവൻ്റെ പേര് ക്യാപ്റ്റൻ സൗരവ് കാലിയ. സർവീസ് നമ്പർ IC 58522, ജാട്ട് റെജിമെന്റ്. ഓർക്കുക, നമ്മൾ അഭിമാനത്തോടെ ആഘോഷിക്കുന്ന വിജയം ഇതുപോലെ കുറച്ചു പേരുടെ ത്യാഗത്തിൻ്റെ ഫലം കൂടിയാണ് എന്ന് നമ്മൾ മറക്കരുത്. കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തടവുകാരനായിരിക്കെ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈന്യത്തിലെ ഉദ്യോഗസ്ഥൻ, കരുത്തനായ ചങ്കുറപ്പുള്ള ഉദ്യോഗസ്ഥൻ, അതാണ് ക്യാപ്റ്റൻ സൗരവ് കാലിയ. നിയന്ത്രണ രേഖയിലെ വെടിവെപ്പിനെ തുടർന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പെട്രോളിംഗ് ഗ്രൂപ്പിലെ 5 സൈനികരെയും പാകിസ്ഥാൻ സൈന്യം പിടികൂടുകയും തടവിലാക്കുകയും കൊല്ലപ്പെടുന്നതിന് മുൻപ് അതിക്രൂരമായ പീഡനത്തിന് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. 1997 ഓഗസ്റ്റിൽ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് പരീക്ഷയിലൂടെ സൗരവ് കാലിയ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും 98 ഡിസംബർ 12 കമ്മീഷൻ ചെയ്യപ്പെടുകയും ചെയ്തു. കാർഗിൽ സെക്ടറിലെ 4ാം ബറ്റാലിയൻ ജാട്ട് റെജിമെന്റിലേക്കാണ് അദ്ദേഹത്തെ നിയമിച്ചത്. 1998 ഡിസംബർ 31 ബറേലിയിലെ ജാട്ട് റെജിമെന്റിൽ സെന്ററിൽ റിപ്പോർട്ട് ചെയ്ത ശേഷം 99 ജനുവരി പകുതിയോടെയാണ് കാലിയ അവിടെ എത്തിയത്. 1999 മെയ് മാസത്തിലെ ആദ്യ 2 ആഴ്ചകളിൽ കാർഗിൽ ജില്ലയിലെ കക്സർ ലാംഗ്ബ പ്രദേശത്ത് മഞ്ഞുവീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കാൻ നിരവധി പെട്രോളിംഗ് നടത്തി. കാർഗിൽ നിയന്ത്രണ രേഖയുടെ ഇന്ത്യൻ ഭാഗത്ത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ വിദേശ കൂലിപ്പടയാളികളുടെയും വലിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റം നിരീക്ഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു പിന്നീട് ലഫ്റ്റനന്റ് പദവി വഹിച്ചിരുന്ന സൗരവ് കാലിയ. കസ്കർ മേഖലയിൽ നുഴഞ്ഞുകയറ്റം തടയാൻ 13,000 മുതൽ 14,000 അടി ഉയരത്തിലുള്ള ബജ്റംഗ് പോസ്റ്റിൻ്റെ കാവൽ അദ്ദേഹം ഏറ്റെടുത്തു. 1999 മെയ് 15 4ാം ജാട്ട് റെജിമെന്റിലെ സൗരവ് കാലിയയും മറ്റ് 5 സൈനികരായ അർജുൻ റാം, ഫൻവർലാൽ ബഗാരിയ, ഫിഗാറാം മൂലാറാം, നരേഷ് സിംഘ എന്നിവർ കക്സർ സെക്ടറിൽ ബജ്റംഗ് പോസ്റ്റിൽ പതിവ് പെട്രോളിംഗ് നടത്തുകയായിരുന്നു. ലഡാക്ക് പർവ്വതനിരകളിൽ നിന്ന് LOCക്ക് കുറുകെ പാകിസ്ഥാൻ സേന ഇവർക്ക് നേരെ വെടിയുതിർത്തു. പാക് സേന വെടിവെച്ചതോടെ സൗരവ് കാലിയയും സംഘവും വെടിയൊച്ച കേട്ടിടം ലക്ഷ്യമാക്കി തിരിച്ചും വെടിയുതിർത്തുകൊണ്ടിരുന്നു. താമസിയാതെ അവരുടെ വെടിയുണ്ടകൾ തീർന്നു. ഇന്ത്യൻ സൈനികരുടെ കയ്യിലെ ആയുധങ്ങൾ തീർന്നു എന്നുറപ്പായതോടെ ഒരു പ്ലാറ്റൂൺ പാക് സൈനികർ താഴെ ഇറങ്ങി വന്നു. ഇന്ത്യൻ റീഇൻഫോഴ്സ്മെന്റ് ടീം എത്തും മുൻപേ അവർ ശത്രുക്കളായ പാക് സേനയുടെ പിടിയിലായി. പിന്നീട് പാകിസ്ഥാൻ റേഡിയോ സൗരവ് കാലിയെ പിടികൂടിയ വിവരം അനൗൺസ് ചെയ്തു. കാലിയും കൂട്ടരെയും 1999 മെയ് 15 മുതൽ 1999 ജൂൺ 7 വരെ ബന്ദികളാക്കിയെന്നും പീഡിപ്പിക്കപ്പെട്ടുവെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പറയുന്നു. 99 ജൂൺ 9 പാകിസ്ഥാൻ സൈന്യം 4ാം ജാട്ട് റെജിമെന്റിലെ അംഗങ്ങളുടെ മൃതശരീരങ്ങൾ കൈമാറുമ്പോൾ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളിൽ നിന്ന് പീഡനത്തിൻ്റെ തെളിവ് വ്യക്തമാണെന്ന് അവർ പറയുന്നു. അവരുടെ ശരീരഭാഗങ്ങളിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളലേറ്റ പാടുകളുണ്ടായിരുന്നു. ചെവികളിലൂടെ ചുട്ടുപഴുപ്പിച്ച കമ്പി കുത്തിയിറക്കിയതിൻ്റെയും കണ്ണുകൾ ചൂഴ്ന്നെടുത്തതിൻ്റെയും അടയാളങ്ങളും മിക്കവാറും എല്ലുകളും പല്ലുകളും അടിച്ചു പൊട്ടിച്ചു കളഞ്ഞിരുന്നു. തലയോട്ടി പിളർന്നതിൻ്റെയും ചുണ്ടുകൾ മുറിച്ചു കളഞ്ഞതിൻ്റെയും കൈകാലുകളും ജനനേന്ദ്രിയങ്ങളും വെട്ടിക്കളഞ്ഞതിൻ്റെയും നെറ്റിയുടെ ഒത്ത നടുവിലൂടെ വെടിയുണ്ട പായിച്ച് കൊന്നുകളഞ്ഞതിൻ്റെയും ഒക്കെ അടയാളങ്ങളുണ്ടായിരുന്നു.
മൃതദേഹങ്ങളിൽ കണ്ട പരിക്കുകൾ മരണത്തിന് മുമ്പ് ഏറ്റവയാണ് എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞു. നിയമപരമായ മാർഗങ്ങളിലൂടെ മകന് നീതി തേടി ഡോക്ടർ NK കാലിയ അശാന്ത പരിശ്രമം നടത്തി. ക്യാപ്റ്റൻ സൗരവ് കാലിയെയും സംഘത്തെയും പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതിന് പാകിസ്ഥാനെ ഉത്തരവാദികളാക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതി പോലുള്ള അന്താരാഷ്ട്ര ഫോറങ്ങളിൽ വിഷയമെത്തിക്കണമെന്ന് അദ്ദേഹം ഇന്ത്യൻ സർക്കാരിനോട് അപേക്ഷിച്ചിട്ടുണ്ട്. സൗരവും സഹസൈനികരും നടത്തിയ ത്യാഗം മറക്കാതിരിക്കാൻ ക്യാപ്റ്റൻ കാലിയയുടെ കഥ പൊതുജനങ്ങൾക്ക് മുന്നിൽ നിലനിർത്താൻ കുടുംബം പ്രവർത്തിച്ചു. തൻ്റെ മകനെ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത് യുദ്ധക്കുറ്റമായി ഔദ്യോഗികമായി അംഗീകരിക്കണമെന്നും പാകിസ്ഥാനോട് വിശദീകരണം ആവശ്യപ്പെടണമെന്നും ഡോക്ടർ കാലിയ തുടർച്ചയായി ഇന്ത്യൻ സർക്കാരുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഡോക്ടർ സൗരവ് കാലിയ നമ്മുടെയൊക്കെ മുന്നിൽ ധീരനായി നിൽക്കുന്ന പട്ടാളക്കാരൻ. ഓർക്കണം, പാക് ശത്രുക്കൾ നമ്മുടെ സൈനികനെ എന്തുമാത്രം, അല്ലെങ്കിൽ നമ്മുടെ സൈനികരെ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചാണ് കൊന്നത് എന്നുള്ളത്. അല്ല, അവർ വീരമൃത്യു വരിച്ചതാണ്. രാജ്യത്തിന് വേണ്ടിയാണ് അവർ ഓരോ വേദനയും സഹിച്ചത്. രാജ്യത്തിന് വേണ്ടിയാണ് അവർ ഓരോ പീഡനങ്ങളും ഏറ്റുവാങ്ങിയത്. മറക്കരുത്, നമ്മളോട് നമ്മുടെ ശത്രുരാജ്യം നമ്മുടെ സൈനികരോട് കാണിച്ച കൊടും ക്രൂരതകളൊന്നും നമ്മൾ മറക്കരുത്. അത് മറക്കാതെ നിന്നുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ശത്രുരാജ്യത്തിനെതിരെ, പാകിസ്ഥാൻ എന്ന ശത്രുരാജ്യത്തിനെതിരെ വാശിയോടെയും വീറോടെയും പോരാടാൻ എന്നുള്ളത്. നമ്മുടെ സൈന്യത്തിന് കരുത്തും ശക്തിയും പകരാൻ എന്നുള്ളത്. ഒരു ഇൻ്റലിജൻസ് വീഴ്ചയെക്കുറിച്ചും സംസാരിക്കേണ്ട സമയമല്ല ഇത്. കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെയോടാണ് പറയുന്നത്. ഈ സമയം പഴിചാരേണ്ടതല്ല. നിങ്ങൾക്ക് അല്പമെങ്കിലും ഇന്ത്യ എന്ന മഹാരാജ്യത്തോട് സ്നേഹമുണ്ടായെങ്കിൽ, ഇന്ത്യയിലെ സൈനിക വിശ്വാസമുണ്ട് എങ്കിൽ, ഇന്ത്യൻ സർക്കാരിനെ വിശ്വാസമുണ്ട് എങ്കിൽ, കര, നാവിക, വ്യോമസേനകളെ വിശ്വാസമുണ്ട് എങ്കിൽ തീർച്ചയായും ഈ സർക്കാരിനോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ അവസാന മണിക്കൂറിൽ ഇൻ്റലിജൻസ് വീഴ്ചയാണ് എന്ന് പറഞ്ഞു പരുത്തി സൈനികരുടെ വീര്യം കളയരുത്. തിരിച്ചടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നമ്മുടെ സൈനികർ. ഒപ്പം ഇന്ത്യയിലെ ഓരോ ജനങ്ങളും. നമ്മുടെ സൈനികർക്ക് ഒരു പോറൽ പോലും ഏൽക്കരുത് എന്നതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. ഓരോ ഇന്ത്യക്കാരനും പ്രാർത്ഥിക്കുകയാണ്. ഓരോ സൈനികൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനകൾ എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് എത്തണം. ഇനിയും തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അതും വേണ്ട. ഇന്ത്യ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് ശക്തമായ തിരിച്ചടിക്ക്. ആടി പാകിസ്ഥാൻ്റെ തലയോട്ടി പിളർക്കുന്നതായിരിക്കണമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.